സൺ ഗോഡ്, റെയിൻ ഗോഡ്, ഫോറസ്റ്റ് ഗോഡ്, എർത്ത് ഗോഡ്. ഈ 4 ദൈവങ്ങളെയും ആദ്യമായിട്ട് മെൻഷൻ ചെയ്തത് സ്കൈപ്പി ആർക്കി വെച്ചാണ്. ആ സമയത്ത് ആൾക്കാരത് കാര്യമായിട്ട് എടുത്തില്ല. പക്ഷെ ഇപ്പോൾ ആ പറഞ്ഞ ഓരോരോ ദൈവങ്ങൾ പയ്യെ പയ്യെ പൊങ്ങി വന്നുകൊണ്ടിരിക്കുകയാണ്. സോ വൺ പീസിൽ തന്നെ വൺ ഓഫ് ദ മോസ്റ്റ് ഇമ്പോർട്ടൻ്റ് ആർക്കായി സ്കൈപ്പിയായി ഇപ്പോൾ മാറിക്കൊണ്ടിരിക്കുകയാണ്. സോ ഈ ദൈവത്തിൻ്റെ ഒക്കെ പവർ ആരുടെ ഒക്കെ കയ്യിലാണ് എന്നാണ് നമ്മൾ ഈ വീഡിയോയിൽ നോക്കാൻ പോകുന്നത്. ഇതിൽ കൺഫേം ആയിട്ടുള്ള ഒരു ഡെവിൾ ഫ്രൂട്ടേ ഉള്ളൂ. അത് സൺ ഗോഡ് നീക്ക ഡെവിൾ ഫ്രൂട്ട് ആണ്. അത് നമുക്ക് എല്ലാവർക്കും അറിയാവുന്ന പോലെ ലൂഫിന്റെ കയ്യിലാണ് ഉള്ളത്. വൺ പീസിൽ തന്നെ വൺ ഓഫ് ദ മോസ്റ്റ് പവർഫുൾ ഡെവിൾ ഫ്രൂട്ട് ആണിത്. അടുത്തത് ഫോറസ്റ്റ് ഗോഡ് ഡെവിൾ ഫ്രൂട്ട്. ഈ ഡെവിൾ ഫ്രൂട്ട് മിക്കവാറും ചോപ്പറിന്റെ കയ്യിലായിരിക്കും ഉണ്ടാവുക. ഇതിനുള്ള തെളിവ് കഴിഞ്ഞ 2-3 ചാപ്റ്ററിൽ ഉണ്ടായിരുന്നു. ചോപ്പറിന് ഡോമി റിവേഴ്സ്ഡ് ആയ ജയൻസിനെ തിരിച്ച് പഴയതുപോലെ കൊണ്ടുവരാനുള്ള പവർ ഉണ്ട്. ചോപ്പറിന്റെ ഡെവിൾ ഫ്രൂട്ട് ഒരു സാധാരണ ഹ്യൂമൻ ഡെവിൾ ഫ്രൂട്ട് ആയിരുന്നെങ്കിൽ ഇത് ഒരിക്കലും നടക്കുന്ന കാര്യമല്ല. മറ്റൊരു കാര്യം എന്താണെന്ന് വെച്ചാൽ ചോപ്പറിന്റെ ട്രാൻസ്ഫോർമേഷൻസ്. ചോപ്പർ ഒരു സാധാ ഹ്യൂമൻ ഡെവിൾ ഫ്രൂട്ട് ആയിരുന്നു കഴിച്ചിരുന്നെങ്കിൽ ചോപ്പറിന് ഒരു നോർമൽ ഹ്യൂമൻ ട്രാൻസ്ഫോർമേഷൻ ഉണ്ടാവേണ്ടതാണ്. പക്ഷെ ചോപ്പർ ഒരിക്കലും ഒരു ഹ്യൂമനായി ട്രാൻസ്ഫോം ആയിട്ടില്ല. ചിലപ്പോൾ ലൂഫിന്റെ ഗം ഫ്രൂട്ട് എവേക്കൺ ആയപ്പോൾ സൺ ഗോഡ് നീക്ക ഫ്രൂട്ട് ആയതുപോലെ ചോപ്പറിന്റെ ഡെവിൾ ഫ്രൂട്ടിന്റെ റിയൽ പവേഴ്സും അത് എവേക്കൺ ആകുമ്പോൾ റിവീൽ ആവും. അടുത്തത് ദ ലേറ്റസ്റ്റ് ആയി റിവീൽ ആയ ഗോഡാണ് റെയിൻ ഗോഡ് സാസ. റെയിൻ ഗോഡ് ഡെവിൾ ഫ്രൂട്ടിന്റെ നമ്പർ 1 കാൻഡിഡേറ്റ് ആണ് മങ്കി ഡി ഡ്രാഗൺ. ഡ്രാഗണെ ഫസ്റ്റ് ടൈം ഇൻട്രൊഡ്യൂസ് ചെയ്യുന്നത് തന്നെ മഴയത്ത് വെച്ചാണ്. സെലസ്റ്റിയൽ ഡ്രാഗൺസ് ഏറ്റവും കൂടുതൽ ഭയക്കുന്ന ദൈവവും ഈ റെയിൻ ഗോഡ് സാസയാണ്. സോ സെലസ്റ്റിയൽ ഡ്രാഗൺസിനെ ഡയറക്റ്റ് ആയിട്ട് ഫൈറ്റ് ചെയ്യുന്ന ഡ്രാഗൺ ഈ ഫ്രൂട്ടിന് പെർഫെക്റ്റ് മാച്ച് ആണ്. സോ ദ ഫൈനൽ ഡെവിൾ ഫ്രൂട്ട് ആണ് ദി എർത്ത് ഗോഡ് ഡെവിൾ ഫ്രൂട്ട്. ഈ ഡെവിൾ ഫ്രൂട്ടിനെ കുറിച്ചാണ് നമുക്ക് ഒരു ഐഡിയയും ഇല്ലാത്ത. പല ആൾക്കാരും പറയുന്നത് ഈമു ആണ് എർത്ത് ഗോഡ് എന്ന്. പക്ഷെ ഈമുവിന്റെ ഡെവിൾ ഫ്രൂട്ടിന്റെ പേര് ഓൾറെഡി റിവീൽ ആയിട്ടുണ്ട്. ഈമുവിന്റെ ഡെവിൾ ഫ്രൂട്ടിന്റെ പേര് ദ ഡെവിൾസ് ഫ്രൂട്ട് എന്നാണ്. സോ മിക്കവാറും വേറെ ആരുടെയെങ്കിലും കയ്യിലായിരിക്കും ആ ഡെവിൾ ഫ്രൂട്ട് ഉള്ളത്. എൻ്റെ മനസ്സിൽ ആകെ വരുന്നൊരു ഐഡിയ, നമ്മൾ മ്യൂറലിൽ കാണുന്ന ഈ സ്നേക്ക് ലൈക്ക് ക്രീച്ചർ ആയിരിക്കാം ദി ഒറിജിനൽ എർത്ത് ഗോഡ്. പിന്നെ ഇതേ സ്നേക്ക് തന്നെ ആയിരിക്കാം ഭാവിയിൽ നമ്മൾ ഈ കാണുന്ന റെഡ് ലൈൻ ആയി മാറിയത്. പക്ഷെ ഇതിനൊന്നും ഒരു സോളിഡ് എവിഡൻസ് എൻ്റെ കയ്യിലില്ല. സോ ഞാൻ ഈ പറഞ്ഞ കാര്യങ്ങളിൽ ഏതൊക്കെ സത്യമായി വരും എന്ന് നമുക്ക് കാണാം. വീഡിയോ ഇഷ്ടപ്പെട്ടെങ്കിൽ ലൈക്ക് ചെയ്യുക, സബ്സ്ക്രൈബ് ചെയ്യുക, അഭിപ്രായങ്ങൾ കമന്റ് ചെയ്യുക. അടുത്ത തവണ കാണുന്നവരെ പീസ്.